ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായി പരിഗണിക്കേണ്ടത് ആഹാരത്തിൻ്റെ സ്വഭാവത്തെയാണ്. പ്രകൃതിദത്തമായ ഗുണം എന്നതാണ് സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദഹിക്കാൻ പ്രയാസമുള്ള നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ദഹനശക്തി കുറവുള്ള ഒരാൾ ഈ ഭക്ഷണം കഴിക്കുന്നത് രോഗങ്ങൾ വരുത്തിവെച്ചേക്കാം. അതുപോലെ പോഷകമൂല്യം കുറഞ്ഞ ആഹാരം നല്ല ദഹനശക്തിയുള്ള ഒരാൾ കഴിക്കുന്നതും രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു. അടുത്തതായി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ആഹാരം പാകം ചെയ്യുന്ന രീതിയും അതിൻ്റെ സ്ഥലവുമാണ്. അടുക്കള പലപ്പോഴും ഒരു ഫാർമസിയാണെന്ന് നാം പറയാറുണ്ട്. പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട്. നിരവധി രോഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി കൂടിയാണ് അടുക്കള. രുചി ഒട്ടും നഷ്ടപ്പെടുത്താതെ പോഷകമൂല്യം കുറയാത്ത രീതിയിൽ ദഹന വ്യവസ്ഥയ്ക്ക് അധികം ആഘാതമേൽപ്പിക്കാതെ എളുപ്പം ആഗിരണം ചെയ്യപ്പെടുന്ന തരത്തിലായിരിക്കണം നാം ഭക്ഷണം പാകം ചെയ്യേണ്ടത്. ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യത്തിൽ കൂടി ആയുർവേദം ചില ചിട്ടകൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഉദാഹരണമായി അന്യദേശത്തു നിന്നുള്ള പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വിവിധതരം മാംസവർഗ്ഗങ്ങൾ ഇവ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ അടുക്കളയിലും സുലഭമായി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇവയെ ദഹന വ്യവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ സ്വാംശീകരിക്കണമെങ്കിൽ അതിനായിട്ടുള്ള ഒരുക്കത്തിനായി സമയം നൽകേണ്ടതാണ്. ഇത്തരം അറിവുകൾ കാലിക പ്രസക്തമായി വിശകലനം ചെയ്യുന്നത് ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. ആഹാരം അമൃതമാകാം, ആഹാരം വിഷവുമാകാം. യുക്തിയോടെയുള്ള തിരഞ്ഞെടുപ്പാണ് ദീർഘായുസ്സിൻ്റെ അടിത്തറ.